നിങ്ങൾ വൈരാഗ്യനെ കുറിച്ച് പഠിച്ചാലോ? അത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് പൂർണ്ണമായിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആണ്. അതേസമയം അതിൻ്റെ അടിമയാവരുത്. കേൾക്കുമ്പോൾ രണ്ടും വിരുദ്ധം തോന്നും, പക്ഷേ അതിപ്പോൾ ഒരു വലിയ ബിസിനസ് നിർമ്മിക്കണം. നമുക്ക് വലിയ വരുമാനം വേണം, നമ്മുടെ കരിയറിൽ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ മുന്നിലെത്തണം, ലോകം അറിയുന്ന ആളാവണം, അതിനൊക്കെ ശക്തിയായിട്ടുള്ള ആഗ്രഹം വേണം അല്ലേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ ആ ആഗ്രഹം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം അതൊരു പവറാണ്. പക്ഷെ ആ ആഗ്രഹം നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാലോ അത് ദൗർബല്യമായി മാറൂലേ? ഇവിടെയാണ് പുരാതനമായിട്ടുള്ള ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിലെ അതിശക്തമായ ഒരാശയം വരുന്നത്. ഇതിൻ്റെ പേരാണ് വൈരാഗ്യ. ഈ വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എല്ലാം കൂടെ ഉപേക്ഷിക്കുക. പലരും അങ്ങനെ ചെയ്യുന്നല്ലേ? അംബീഷൻ, ആഗ്രഹങ്ങൾ വേണ്ട, പണം വേണ്ട, വിജയം വേണ്ട എന്ന അർത്ഥത്തിലേക്ക് ഇതിനെ ചുരുക്കരുത്. യോഗ പാരമ്പര്യത്തിൽ വൈരാഗ്യക്ക് കൂടുതൽ ആഴമുള്ള ദാർശനികമായിട്ടുള്ള അർത്ഥമുണ്ട്. നമുക്കിന്ന് ഇതിനെ പീക്ക് പെർഫോമൻസിന്റെ കണ്ണിലൂടെ ഒന്ന് നോക്കി നോക്കാം. അത് ലക്ഷ്യം ശക്തമായി പിന്തുടരുക, പക്ഷേ ലക്ഷ്യത്തെ നിങ്ങളുടെ മനസ്സിന്റെ ഉടമയാകാൻ അനുവദിക്കുക. ഒരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കാം. അതായത് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ചിലപ്പോൾ ഒരു ബിസിനസ്സിലുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ പ്രൊമോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൂടുതൽ റെക്കഗ്നീഷൻ വേണം, അല്ലെങ്കിൽ വലിയൊരു അവസരങ്ങൾ നമുക്ക് വരണം. എന്നിട്ട് മനസ്സിലൊരു ചോദ്യം ചോദിക്കുക: ഇത് എനിക്ക് ശരിക്കും വേണോ, അതോ ഇത് കിട്ടിയാലേ ഞാൻ ശരിയാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്? അതായത് ഇത് ശരിക്കും വേണമെന്ന് മാത്രമാണോ, അതോ ഇത് കിട്ടിയാലാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് ഇവിടെ ഇത് വേണം, അവിടെ ഒരു ഡിസയർ ഉണ്ട്, അതായത് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ഇത് കിട്ടിയാലേ ഞാൻ വിലയുള്ള ഒരു മനുഷ്യനാകൂ എന്ന് പറയുമ്പോഴോ അവിടെ നമ്മുടെ ഐഡന്റിറ്റി തന്നെ അതിനോട് ബന്ധപ്പെട്ട് തുടങ്ങി അല്ലേ? ഇവിടെയാണ് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ പെർഫോമൻസിനെ തന്നെ ബാധിക്കാൻ തുടങ്ങുന്നത്. അതായത് ഒരു ബിസിനസ് മാൻ നെഗോസിയേഷൻ, ഒരു വലിയ ഡീല് കിട്ടാനുള്ള ഒരു ചർച്ചയിലാണ്. ആ ഡീൽ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. എന്നാൽ അയാളുടെ ഉള്ളിൽ ഈ ഡീൽ എനിക്ക് കിട്ടിയ തീരുവ, അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ അവസാനമാണെന്ന് വിചാരിച്ചാൽ എന്ന അവസ്ഥ വന്നത് സംഭവിക്കും. അപ്പോൾ അയാൾ അനാവശ്യമായിട്ടും അതിൻ്റെ വില കുറക്കും, അല്ലെ പ്രൈസ് കുറക്കും. മുന്നിലുള്ള വ്യക്തി ചിലപ്പോൾ അയാളുടെ ദുർബലതനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ? വാർണിംഗ് സിഗ്നൽസ് നമുക്ക് കിട്ടണം. പക്ഷെ നമുക്കത് കിട്ടിയാലും നമ്മളത് കാണില്ല. നമ്മൾ ബാഡ് ടേംസ് ഒക്കെ അംഗീകരിച്ചിട്ട് ചില സമയത്ത് നല്ല തീരുമാനം ഇതങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. അവിടെ നിന്ന് വാക്ക് അവേ ചെയ്യേണ്ട സമയത്ത് പോലും നമുക്കതിന് കഴിയാതെ വരും. അതായത് ഡീലിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, അത് നല്ലതാണ്. പക്ഷെ ഈ ഡീല് വേണമെന്നുള്ളത് ഈ ഡീലില്ലാതെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായി മാറുമ്പോൾ എന്നതാണ് നമ്മൾ ബാർഗെയിനിങ് പവറോടെ പോയി അല്ലേ? ഇവിടെയാണ് വൈരാഗ്യ എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പവർ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥലം. ഡിറ്റാച്ച്മെന്റ്, ഇതിനോട് അകന്ന് നിൽക്കുക എന്നുള്ളതിനെ തീരെ ശ്രദ്ധിക്കാതിരിക്കുക, കെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. കെയർ ചെയ്യണം, നല്ല ശക്തിയായിട്ട് തന്നെ അത് വേണം, എനിക്കത് കിട്ടിയേ പറ്റും, അത് ഞാൻ നേടിയെടുക്കും. പക്ഷേ നമ്മുടെ നിരാശ, ഡെസ്പറേറ്റ് ആകരുത്. ഇനി ഒരു പ്രൊഫഷണലിന്റെ കേസ് നോക്കിയാൽ ആ പ്രൊഫഷണലെ സംബന്ധിച്ചോളം ആ പ്രൊമോഷൻ വേണം. അതിനായിട്ട് അയാൾ കഴിവ് മെച്ചപ്പെടുത്തുന്നുണ്ട്, കഠിനമായ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അതിൽ ഏറ്റെടുക്കുന്നുണ്ട്, ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ട്. ഇതെല്ലാം അയാളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഉദ്ദേശിച്ച പ്രൊമോഷൻ മറ്റൊരാൾക്ക് കിട്ടി. അപ്പോൾ എന്തായി? പ്രൊമോഷൻ എനിക്ക് കിട്ടിയില്ല. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞത് എന്താണ്? അതൊരു കഥ മാത്രമാണ്. ഇത് രണ്ടും ഒന്നാകുന്നിടത്താണ് ഈ സഫറിങ് ഉണ്ടല്ലോ, പ്രയാസം, മാനസിക സംഘർഷം വലുതാകുന്നത്. മോഡേൺ സൈക്കോളജിയിൽ ഇതുമായിട്ട് ചേർത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത ചിന്തകളും വികാരങ്ങളൊക്കെ ഉണ്ടായാലും, അത് നമുക്ക് സുഖകരമല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളും ഉണ്ടായാലും അവയിൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടാതെ സാഹചര്യത്തിന് യോജിച്ച രീതിയിൽ സ്വന്തം മൂല്യങ്ങളെയും ലക്ഷ്യങ്ങളെയും സംരക്ഷിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന കഴിവ്. ഇനി വേറെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരാശയമാണ് കോഗ്നിറ്റീവ് ഫ്യൂഷൻ. അതായത് ഒരു ചിന്തയെ വെറും ചിന്തയായി കാണാതെ അതുമായി അങ്ങോട്ട് ഒന്നാവുക, അത് തന്നെ യഥാർത്ഥ്യം എന്ന പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുക. അതായത് ഒരു ബിസിനസ് വിജയിക്കണം, അത് ഒരു ലക്ഷ്യം. ഓക്കെ, ഇത് വിജയിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു. അതിപ്പോൾ ചിന്തയും ഐഡന്റിറ്റിയും തമ്മിൽ ഒരു ഫ്യൂഷൻ ഒന്നായി അല്ലേ? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈരാഗ്യവും അതുപോലെ ഈ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റിയും ഒരേ ആശയങ്ങളാണെന്ന് പറയാനാവില്ല. പക്ഷേ ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോഴും അതിൻ്റെ അടിമയാകാതിരിക്കുക എന്ന സ്ഥലത്ത് വളരെ രസകരമായിട്ടുള്ളൊരു സാമ്യം നമുക്ക് കാണാൻ പറ്റും. ഇനി വൈരാഗ്യം കൂടുതൽ ആഴത്തിലൊന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം കൂടുതലാകുമ്പോൾ ആ കാര്യത്തിന് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി കൂടും. അതായത് കസ്റ്റമർ നഷ്ടപ്പെടുമോ
എന്ന പേടി വന്നാൽ കസ്റ്റമറിനോട് ആവശ്യമായിട്ടുള്ള ഒരു നോ പറയേണ്ടത് നമുക്ക് നോ പറയാൻ കഴിയില്ല. നമുക്കൊരു എംപ്ലോയി അയാൾ പോയാലോ, അങ്ങനെ വന്നാൽ അയാളുടെ പെർഫോമൻസിലുള്ള പ്രോബ്ലത്തിനെ നമുക്ക് അഭിമുഖീകരിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനോ അത് അയാളുമായിട്ട് ചർച്ച ചെയ്യാനോ കഴിയില്ല. അതുപോലെ ആളുകൾ വിമർശിച്ചാലോ എന്നൊരു ചിന്ത വന്നാൽ, നമ്മുടെ ഉള്ളിൽ പുതിയ ആശയം വന്നാൽ അത് പറയാൻ നമുക്ക് കഴിയില്ല. അതുപോലെ നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് കുറഞ്ഞാലോ എന്നൊരു ചിന്ത വന്നാൽ ആവശ്യമല്ലാത്ത അനാവശ്യമായ ചിലവുകൾ നമുക്ക് നിർത്താൻ കഴിയില്ല. അപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയതാണോ, അതോ ആ സംഭവങ്ങൾ, ആ വസ്തുക്കൾ നിങ്ങളെ സ്വന്തമാക്കിയതാണോ? ഇതാണ് ഈ വൈരാഗ്യർ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഏതായാലും പീക്ക് പെർഫോമൻസിൻ്റെ ഉയർന്ന തലത്തിൽ നിങ്ങൾക്ക് 2 ശക്തികളും ഒരുമിച്ച് വേണം. അതായത് ഇൻറ്റൻസീവ് കമ്മിറ്റ്മെൻറ്റ്, അപാരമായിട്ടുള്ള ആത്മാർത്ഥത വേണം. എന്നാൽ ലോ ഡെസ്പറേഷൻ, ഇനി അത് നഷ്ടപ്പെട്ടാൽ, അതായത് കിട്ടിയാൽ ഊട്ടി, അതല്ല പോയാലോ, ലോ ഡെസ്പറേഷൻ, അപാരമായിട്ടുള്ള നിരാശ വേണ്ട. അതായത് നമ്മുടെ തയ്യാറെടുപ്പൊക്കെ പൂർണ്ണമായിരിക്കണം, ആക്ഷൻ ശക്തമായിരിക്കണം, ആഗ്രഹം വളരെ വലുതായിരിക്കണം. പക്ഷേ ഒരു റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ടും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിനെ തകർക്കാൻ പാടില്ല. ഇവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് കൂടുതൽ ക്ലിയർ ആവുന്നത്, അത് കൂടുതൽ പവർഫുൾ ആകുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഒരാളുടെ ലക്ഷ്യം കൂടുതൽ വലുതാക്കുക എന്നുള്ളത് മാത്രമല്ല പ്രാധാന്യം, എന്താണ് അയാളുടെ യഥാർത്ഥ ലക്ഷ്യം. അത് ചിലപ്പോൾ ആ ലക്ഷ്യം എന്നാൽ പറയുന്നതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭയം ഉണ്ടായേക്കാം. അതായത് ഇയാൾ പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആ പൈസയാണോ അയാൾക്ക് വേണ്ടത്, അതോ പൈസ നൽകുന്ന ഒരു ജനസമ്മതി, ഒരു അപ്രൂവൽ ഉണ്ടല്ലോ, അതാണോ വേണ്ടത്? അതേപോലെ വേറെ ആളെ ലീഡറാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആളുകളെ നയിക്കലാണോ അയാൾക്ക് വേണ്ടത്, അത് ജനങ്ങളുടെ മുന്നിൽ ഒരാളാവുക, ഒരു റെക്കഗ്നിഷൻ, അതാണോ അയാൾ ശരിക്കും ആഗ്രഹിക്കുന്നത്? അതായത് ചിലർ വളരണം എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ആ വളർച്ച എന്ന് പറഞ്ഞാൽ അയാളുടെ വളർച്ചയുടെ ആഗ്രഹം തന്നെ മറ്റൊരാളെ തോൽപ്പിക്കണമെന്നൊരു കമ്പൾസീവായിട്ടുള്ള ഒരാവശ്യമായിരിക്കും. അതായത് ഓരോ മനുഷ്യനുള്ളിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഡ്രൈവർ വ്യത്യസ്ത. ഇത് മനസ്സിലാക്കാതെ നമ്മൾ കൂടുതൽ മോട്ടിവേഷൻ കൊടുത്താൽ എന്താ ഉണ്ടാവുക, ചിലപ്പോൾ നമ്മൾ അറിയാതെ അയാളെ കൂടുതൽ വേഗത്തിൽ തെറ്റായ ദിശയിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് വരും. ശരിയായ മെൻറ്ററിംഗ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടുന്നതിന് മുമ്പ് ഡയറക്ഷൻ ഒന്ന് ശരിക്കും പരിശോധിക്കണം. ഏതായാലും ഇന്ന് നമുക്ക് ഒരു പരിശീലനം ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഒട്ടും കുറക്കണ്ട, നമ്മുടെ വലിയ ലക്ഷ്യം തന്നെ നമ്മുടെ മനസ്സിലിരിക്കണം. ഓക്കെ, എന്നിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ചോദ്യം മാത്രം ഒന്ന് ചോദിക്കാം, ഇത് കിട്ടിയാൽ എന്തുണ്ടാവുക? എൻ്റെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഞാൻ എത്തും അല്ലേ? ഇനി ഇത് കിട്ടിയില്ലെങ്കിലോ, പിന്നെ ഞാൻ ആരാ? ഉത്തരം ഉടനെ കണ്ടെത്തണ്ട. ആ ചോദ്യം കുറച്ച് നേരം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കട്ടെ. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നൽകണം. എന്നാൽ അത് നിങ്ങളുടെ മൂല്യം തീരുമാനിക്കാൻ അതിന് കഴിയരുത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിലും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പുരാതന ആശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രാറ്റജി പോലും തെറ്റായ മനുഷ്യൻ്റെ ജീവിതത്തിൽ കോപ്പി ചെയ്യപ്പെട്ടാൽ അത് പരാജയപ്പെടും. അതായത് മറ്റൊരാളുടെ ബിസിനസ് മോഡൽ, മറ്റൊരാളുടെ മോർണിംഗ് റുട്ടീൻ, അതായത് മറ്റൊരാളുടെ ഡെഫിനിഷൻ ഓഫ് സക്സസ്, മറ്റൊരാളുടെ വിജയം, അതിനയാൾ നൽകുന്ന വിശദീകരണം നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യം മറന്നു പോകുന്നുണ്ട്. എനിക്ക് യോജിച്ച ജീവിതം ഏതാണ്? ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്ന ശക്തമായ ഒരു പദമാണ് സ്വധർമ്മ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാം. അതായത് നിങ്ങളുടെ ടെമ്പർമെന്റ്, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വാല്യൂസ്, നേച്ചുറലായിട്ടുള്ള ടെൻഡൻസീസ്, എൻവയോൺമെന്റ്, ഇവയെ മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം ജീവിതം കണ്ടെത്താനുള്ള ഒരു ഏൻഷ്യന്റ്, പുരാതനമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് സ്വധർമ്മയെ ഒന്ന് പരിശോധിക്കാം.